ആഫ്രിക്കൻ മല്ലിയിലയാണിത്. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ഇതിൽ വളരെ ചെറിയ വിത്തുകളുണ്ടായിരിക്കും. അത് ഈ പ്രദേശം മൊത്തം വീണ് ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ട്. ഇത് മഴ കഴിഞ്ഞ് വെയിൽ വരുന്ന സമയങ്ങളാണ് ഇത് പിന്നെയും മുളയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു അതിൻ്റെ ഒരു ചോടുണ്ടായിരുന്നത്. ഈ പ്രദേശം മൊത്തം ഇതിങ്ങനെ മുളച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. കറികളിലും അതേപോലെ തന്നെ ചട്നി ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും ഒരുപാടുണ്ട്. ഇതിവിടെയുണ്ട്. അവിടെ ഇതാ വലുത് വലിയ ഇലകളായിട്ട് കുറച്ച് പ്രായമായതാണ്. ഇതിപ്പം ഏകദേശം മുളച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതേ ഉള്ളൂ. ഇതാണ് ചീരച്ചേമ്പ് കേട്ടോ. കറി വെക്കുന്ന നമ്മൾ ഇതിന് അടിയിൽ കിഴങ്ങൊന്നും ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് കറി വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലയാണ് കറി വയ്ക്കുന്നത്. ഇതിപ്പം വെയിലടിച്ച് കാരണം കുറച്ച് പച്ചപ്പങ്ങ് മാറി കുറച്ച് ഇലകളൊക്കെ അങ്ങ് പഴുത്ത് പോയിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് തൈകൾ മുളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചട്നി ഉണ്ടാക്കാം. അതേപോലെ തന്നെ എല്ലാ കറികളിലും നമ്മൾ മല്ലിയില ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നമ്മൾക്ക് ഈ ആഫ്രിക്കൻ മല്ലിയില ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ പൂ വരുന്നത്. വളരെ ചെറിയ അരികളാണ്. നമ്മൾ ഇതേപോലെ ഒരു ചുവട് നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കുമ്പം ഈ പ്രദേശം മൊത്തം ഇതായിട്ടുണ്ടാവും.